നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സുഖമില്ലെന്ന് പറഞ്ഞു. എന്താ അസുഖം? ചിക്കൻ പോക്സ് എന്നാ സാറ് പറഞ്ഞത്. ഓ, അതൊരു പകർച്ചവ്യാധിയാണെന്ന് അറിയൂ. തന്റെ മകളെ നോക്കാനേ ഇവിടെ ആർക്കും സമയമില്ല, കേട്ടല്ലോ. എത്രയും പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കോളൂ. മാഡം, ഞാൻ ആദ്യം മോളെ ഒന്ന് കാണട്ടെ. അയ്യോ, അവൾക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവൾക്ക് ചുറ്റും നിൽക്കുന്നവർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു അസുഖത്തിന് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതിൽ എനിക്കോ എന്റെ മക്കൾക്കോ താല്പര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, കേട്ടോ? അല്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇക്കാര്യത്തിലെങ്കിലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ എന്നെ ധിക്കരിക്കാൻ നിൽക്കല്ലേ. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. മുമ്പായിരുന്നെങ്കിൽ വീട്ടുകാര് കുറേ ദൂരത്തിലാണെന്നുള്ള ന്യായം ഉണ്ടായിരുന്നു അവൾക്ക്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. വീട്ടുവേലക്കാരിക്ക് അസുഖം വന്നാൽ ഉടമസ്ഥരെ ട്രീറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവള് ഇവിടത്തെ വേലക്കാരിയാണോ? ആ, തന്റെ നാവിന്ന് ഈ ഒരു ചോദ്യം കേൾക്കാനാ ഞാൻ നോക്കിയിരുന്നത്. ഇവിടെ ചിലവർ എന്നോട് പറയാറുണ്ട് അവൾ ഇവിടുത്തെ ജോലിക്കാരിയല്ല, മരുമകളാണെന്ന്. അത് തന്റെ മനസ്സിലും ഉറച്ചുപോയോന്ന് എനിക്കൊന്നും അറിയണമായിരുന്നല്ലോ. മകളുടെ സന്തോഷകരമായ ജീവിതം അച്ഛനങ്ങോട്ട് സുഖിച്ചു അല്ലേ. ഈ കുടുംബത്തിലെ ബന്ധുക്കളാണെന്ന് നാട്ടിൽ പറഞ്ഞു നടക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ടല്ലേ. പക്ഷേ പറയുന്നിടത്ത് നിങ്ങൾ പ്രത്യേകം തിരുത്തി പറയണം. തന്റെ മകള് ഇവിടത്തെ മരുമകളല്ല, അടുക്കളക്കാരി മാത്രമാണെന്ന്. മനസ്സിലായോടോ തനിക്ക്? സുദേവ, താൻ വന്നോ? കാര്യങ്ങളൊക്കെ ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. മോളെ ഇങ്ങനെ കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ തടസ്സം പറയാതിരുന്നാൽ മാത്രം മതി. നന്ദിനിയുടെ കാര്യത്തിൽ തീരുമാനം എന്താന്ന് ഞാൻ പറഞ്ഞതല്ലേ പത്മ. പിന്നെ എന്തിനാ ഈ പാവപ്പെട്ട മനുഷ്യനെ താൻ വേദനിപ്പിക്കുന്നത്? പാവപ്പെട്ട മനുഷ്യനോ? സുഖമില്ലാതെ കിടക്കുന്നവള് പത്മയുടെ മരുമകളല്ലേന്ന് ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചു തീർത്തതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ പാവാവുന്നേ? അല്ല, നമ്മുടെ ബന്ധുക്കൾക്ക് അങ്ങനെ പാവങ്ങളൊക്കെ ആവാൻ പറ്റുമോ? സുദേവൻ നിങ്ങൾക്കും എനിക്കും ഒക്കെ തുല്യനായിട്ടുള്ള ഒരാളല്ലേ. അയ്യോ മാഡം, അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അശോ, താൻ എങ്ങനെ ഉദ്ദേശിച്ചാലും ശരി, തന്റെയൊക്കെ മനസ്സിലതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അകത്ത് കയറുന്നതിനോ കാണുന്നതിനൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ പുറത്തിറങ്ങുമ്പോ അവളും കൂടെ ഉണ്ടായിരിക്കണം. പത്മ, താനൊന്നും മിണ്ടാതിരിക്കുക. മകളുടെ അസുഖം അന്വേഷിക്കാൻ വന്ന ഒരാളോട് കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ പെരുമാറാം. എനിക്ക് സൗകര്യമില്ല. സുദേവ, താൻ അകത്തേക്ക് വാ. എന്താ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. അവൾ ഇവിടെ തന്നെ കിടക്കൂന്നുള്ള തീരുമാനം ഉറപ്പിക്കാനോ അതിനുവേണ്ടി അവനെ കൊണ്ട് ബഹളം ഉണ്ടാക്കിപ്പിക്കാനോ നിങ്ങൾ ശ്രമിക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ. വാ സുദേവ, വാ വാ. മോളെ, മോളെ, നിനക്ക് എന്താ പറ്റി? അച്ഛൻ എന്തിനാ കരയുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു അസുഖം
നിങ്ങൾക്കാർക്കും വരല്ലേ വരില്ലെന്ന് എത്ര കാലം കൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുകയാണെന്നറിയോ? എന്നിട്ടും ദൈവം പരീക്ഷിച്ചല്ലോ മോളെ. സാരമില്ല അച്ഛാ. മുത്തശ്ശി നാട്ടിലേക്ക് പോയിരിക്കുക. നമ്മുടെ കളപ്പുരയിലെ സോമന്റെ മോളുടെ കല്യാണമാ. 4-5 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അത് കഴിഞ്ഞാ നമുക്ക് വീട്ടിലേക്ക് പോവാം മോളെ. ഞാൻ അച്ഛൻ വരാൻ കാത്തിരുന്നത്. നമുക്ക് പോവാ അച്ഛാ. അങ്ങോട്ട് പോയാൽ നന്ദിനി ആര് നോക്കും? ഞാൻ നോക്കും സാറേ. എന്റെ മോളെ ഞാൻ നോക്കും സാറേ. ആർക്കും ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് എന്റെ മോള് അസുഖമായിട്ട് കിടക്കണ്ട. ആർക്കും ഇഷ്ടമില്ലേ? അങ്ങനെ ആര് പറഞ്ഞൂടെ? സൂര്യ, സുദേവൻ വന്നപ്പോ അമ്മ അങ്ങനെ പറഞ്ഞത്. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. സാറേ, ഇവളിവിടുത്തെ മരുമോളാണെന്ന് പറഞ്ഞ് ഞാനും കുടുംബവും അഹങ്കരിച്ച് നടക്കുകയാണെന്ന് സാറിന്റെ അമ്മ പറയുന്നേ. ഇന്നുവരെ ഞാനോ എന്റെ മക്കളോ അങ്ങനെ ഒരാളിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല സാറേ. ഞാനും എന്റെ മക്കളും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് സാറിനറിയാം. ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും സാറിനറിയാം. ഇവള് കുടിക്കുന്ന കണ്ണീരും അറിയാം. സാറേ, എനിക്ക് എന്റെ മോളെ കൊണ്ടുപോകണം സാറേ. ഇവിടെ ഈ വീട്ടിലെ ചില ആളുകള് നന്ദിനിയെ വേലക്കാരി എന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷേ നന്ദിനി എന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ പെണ്ണ്. അവക്കൊരു അസുഖം വന്നാ പിന്നെ എനിക്കറിയാം അവളെ നോക്കാൻ. സർ, ഞാൻ അച്ഛൻ്റെ കൂടെ പോയിക്കോളാം. നന്ദിനി, ഇത് വാശിയൊന്നും അല്ല. നന്ദിനി ഇപ്പൊ അച്ഛൻ്റെ കൂടെ പോയാ അവിടെ കാർത്തവും ബിച്ചുവും മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് പഠിക്കാൻ പോണ്ടേ? തന്നെ നോക്കി അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെ ഞാനുണ്ട്, ദേ അച്ഛനുണ്ട്. തന്നെ ഞങ്ങൾ നോക്കിക്കോളാം. സാറേ, അത് അച്ഛാ, ഇത്രയും നാൾ നന്ദിനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്ത് വിശ്വാസത്തിലാണ് കിടന്നിറങ്ങിയിട്ടുള്ളത്? എന്നെയും ദേ ഈ നിൽക്കുന്ന എന്റെ അച്ഛനെയും വിശ്വസിച്ചല്ലേ? ഇപ്പോഴും ഈ നിൽക്കുന്ന ഞങ്ങൾ തന്നെയാ പറയുന്നത്. സുദേവ, താൻ ഇതിന് മറ്റ് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. നാട്ടും പുറത്ത് ഈ അസുഖം വന്ന എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കാൻ തന്നെയാ ഞങ്ങളുടെയൊക്കെ തീരുമാനം.